ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ സ്പൗസ്, പാരൻസ്, ചിൽഡ്രൻ അല്ലെങ്കിൽ സഹോദരന്മാർ എന്നിവരോടൊപ്പം ഒന്നിച്ച് US വിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ US ടൂറിസ്റ്റ് വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ഇൻ്റർവ്യൂ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നതാണ് നല്ലത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വിശദീകരിക്കാം. സ്റ്റെപ്പ് 1, ഓരോരുത്തർക്കും സെപ്പറേറ്റ് DS-160 ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. DS-160 ഫോമിൽ കൂടെ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ ഡീറ്റെയിൽസ് നൽകാൻ ഓപ്ഷനുണ്ട്, അത് നൽകുക. DS-160 ഫോമിൻ്റെ ലിങ്കും അതെങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ള വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 2, US വിസ ഷെഡ്യൂളിംഗ് പോർട്ടലിൽ ഒരു പ്രൈമറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഈ പോർട്ടലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴും ഇന്റർവ്യൂവിന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കൂടുതൽ ആത്മവിശ്വാസമുള്ള വ്യക്തിയുടെ അക്കൗണ്ടാണ് പ്രൈമറി അക്കൗണ്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലത്. സ്റ്റെപ്പ് 3, മറ്റ് ആപ്ലിക്കൻസിനെ ഡിപ്പെൻഡന്റ് ഓർ ഫാമിലി മെമ്പറായി പ്രൈമറി ആപ്ലിക്കന്റിന്റെ പ്രൊഫൈലിൽ വിസ ഫീസ് അടയ്ക്കുന്നതിന് മുൻപ് ആഡ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് 4, എല്ലാവരെയും ആഡ് ചെയ്തതിന് ശേഷം എല്ലാവരുടെയും വിസ ഫീസ് ഒന്നിച്ച് സെയിം അക്കൗണ്ടിലൂടെ അടയ്ക്കുക. സ്റ്റെപ്പ് 5, VAC അപ്പോയിൻമെൻറ്റും കോൺസുലാർ ഇൻ്റർവ്യൂവും ഷെഡ്യൂൾ ചെയ്യുക. ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒന്നിച്ച് അപ്പോയിൻമെൻറ്റ് സിസ്റ്റം അസൈൻ ചെയ്തു തരും. സ്റ്റെപ്പ് 6, VAC അപ്പോയിൻമെൻറ്റ് ഒന്നിച്ച് അറ്റൻഡ് ചെയ്യുക. സ്റ്റെപ്പ് 7, ഷെഡ്യൂൾഡ് ടൈമിൽ തന്നെ കോൺസുലാർ ഇൻ്റർവ്യൂ ഒന്നിച്ച് അറ്റൻഡ് ചെയ്യുക. കഴിവതും പ്രൈമറി മെമ്പർ തന്നെ ചോദ്യങ്ങൾക്ക് ആൻസർ നൽകാൻ പ്രിപ്പയർ ചെയ്തു പോവുക. ചോദിക്കുന്നതിന് മാത്രം ആൻസർ നൽകുക. ഇൻഡിവിജ്വലായി ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരവർ ആൻസർ ചെയ്യേണ്ടതാണ്. സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ എന്തുകൊണ്ട് US വിസിറ്റ് ചെയ്യുന്നു? നിങ്ങൾ എത്ര നാൾ US-ൽ സ്റ്റേ ചെയ്യും? ആരാണ് യാത്രാ ചെലവുകൾ വഹിക്കുന്നത്? നിങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? നിങ്ങൾ സത്യസന്ധമായും ആത്മവിശ്വാസത്തോടെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക. ഇനി നിങ്ങൾ സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയി ഫീസ് അടച്ചാൽ പോലും സെയിം ഡേയിൽ സ്ലോട്ട്സ് അവൈലബിൾ ആണെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. എങ്കിലും ഇത് പ്രയാസകരമായിരിക്കും. മറ്റൊരു പ്രധാന കാര്യം, ഫാമിലി അപ്പോയിൻമെൻറ്റും ഗ്രൂപ്പ് അപ്പോയിൻമെൻറ്റും ഡിഫറൻ്റ് ആണ്. ഗ്രൂപ്പ് അപ്പോയിൻമെൻറ്റ് 10 or more people ടൂർ ഗ്രൂപ്പായി പോകുമ്പോൾ എടുക്കുന്ന അപ്പോയിൻമെൻ്റ് ആണ്. ഇനിയും മോർ ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് RVG Insights. Thank you for watching RVG Insights.